രാജ്യത്തിന്റെ പരമോന്നത സുപ്രീം കോടതിക്ക് മനസ്സിലായിരിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരി എന്നുള്ളത്. VD സവർക്കർ വിരുദ്ധ പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ BJP ഭരിക്കുന്ന UP സർക്കാർ അനുമതി നൽകിയില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കേസ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അനുമതിയില്ലാത്തതിനാൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽ നാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് റദ്ദാക്കിയിരിക്കുന്നത്. മാത്രമല്ല, മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച സമൻസ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. കേസിൽ വിചാരണ നേരിടണമെന്ന വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത്. അതിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. സവർക്കർ എന്ന വ്യക്തിയെക്കുറിച്ച് പല കാര്യങ്ങളും ചരിത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും VD സവർക്കർ ബ്രിട്ടീഷുകാരുടെ ദാസനായിരുന്നുവെന്നും പെൻഷൻ പറ്റിയിരുന്നു എന്നുമായിരുന്നു 2022 നവംബർ 17 ഭാരത് ജോഡോ യാത്രയ്ക്കിടെ മഹാരാഷ്ട്രയിലെ അലോക ജില്ലയിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. രാഹുലിന്റെ പരാമർശം രാജ്യം മുഴുവൻ ചർച്ചയാവുകയും ചെയ്തു. തുടർന്ന് ഒരു അഭിഭാഷകൻ ലക്നൗ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു. പിന്നാലെ രാഹുൽ ഗാന്ധി ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് 2024 നവംബറിൽ ലക്നൗ സെഷൻസ് കോടതി ഉത്തരവിട്ടു. ഇതിനെതിരെ രാഹുൽ ഗാന്ധി നൽകിയ ഹർജി അലഹാബാദ് ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഇതേ വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴിതാ സുപ്രീം കോടതിയും കേസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കർണാടകയിലെ കോലാറിൽ പ്രസംഗിച്ചതിന് ഗുജറാത്തിലെ സൂറത്തിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. മഹാരാഷ്ട്രയിലെ അലോകയിൽ പറഞ്ഞതിന് UPയിലെ ലക്നൌവിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവർ ചെയ്യുന്നത് തട്ടിപ്പുകളാണ് എന്ന് മനസ്സിലാകും. അതായത് അവർക്ക് സൗകര്യവും സ്വാധീനവും ഉള്ളിടത്ത് കേസ് കൊടുത്തുകൊണ്ട് കോടതിയെ വരെ സ്വാധീനിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇതിനെ ചുറ്റിപ്പറ്റി പിന്നീട് വന്നത്. അതാണിപ്പോൾ സുപ്രീം കോടതി തകർത്ത് കളഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാൻ രണ്ടാം മോദി സർക്കാർ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെല്ലാം നമുക്കറിയാം. കള്ളക്കേസ് കൊടുത്ത് 2 വർഷം തടവ് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. രാജ്യം മുഴുവൻ കേസ് കൊടുത്തു. സ്വന്തം വീട് പോലും ഒഴിപ്പിച്ച് നാട് കടത്താൻ നോക്കി. അന്ന് കോൺഗ്രസിന് വെറും 50ഓളം സീറ്റുകൾ മാത്രമേ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ക്രൂരമായി പിടിപ്പിച്ചിട്ടും പിടിച്ചു നിന്ന സമരനായകൻ ഈ രാജ്യം മുഴുവൻ നടന്നു നേടിയെടുത്ത വിജയമാണ്. ഇന്നിപ്പോൾ മോദി മൂന്നാമതും ഭരിക്കുമ്പോൾ കേവല ഭൂരിപക്ഷം പോലും BJPക്കില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 100 സീറ്റുകൾ ലഭിച്ചു. ഇന്ത്യ മുന്നണി 30-നൊപ്പം എത്തി. ഇനി രാഹുൽ ഗാന്ധിയുടെ രോമത്തിൽ തൊടാൻ NDA മുന്നണിക്കും BJPക്കും സാധിക്കില്ല. നരേന്ദ്രമോദി പടിയിറങ്ങുന്നതിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.